നിങ്ങൾ സ്ഥിരമായിട്ട് ഷാമ്പു യൂസ് ചെയ്യേണ്ട ആളാണോ? അതായത് നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുമ്പോൾ മീൻസ് കുളിക്കുമ്പോൾ ഷാമ്പു ഉപയോഗിക്കാറുണ്ടോ? എങ്കിൽ വളരെ ശ്രദ്ധിക്കുക. ഒരു ഇൻഗ്രീഡിയൻറ്റിനെ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക. ഏതാണെന്ന് വെച്ചാൽ ഡി എം ഹൈഡ് ആൻഡ് ഓയിൽ എന്നുള്ളത് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക ഇൻഗ്രീഡിയൻസിൽ. അതല്ല ഫോർമാൽഡിഹൈഡ് എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ അത് എല്ലാ ഒട്ടുമിക്ക ഷാമ്പൂസിലുള്ളതാണ്. ബട്ട് ദ പോയിന്റ് ഈസ്, ഈ ഒരു സാധനം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പു ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി നല്ല ചൂട് വെയിലത്ത് ഇറങ്ങി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഷാമ്പു ഇട്ടിട്ട് ബ്ലോ ഡ്രൈ ചെയ്തു നല്ല ഹീറ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഷാമ്പു ഒക്കെ ഇട്ട് കുളിച്ചു എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മുടി സ്ട്രെയിറ്റൻ ചെയ്യണം അപ്പോൾ നിങ്ങൾ നേരെ സലൂണിൽ പോയി സ്ട്രെയിറ്റൻ ചെയ്യാൻ പോയതൊക്കെ. അതായത് ആ ഒരു നമ്മളിത് വെച്ച് കുളിക്കുമ്പോൾ ഇതടങ്ങിയ ഷാമ്പൂസ് വെച്ച് കുളിക്കുമ്പോൾ നമ്മളെ തലയിൽ ഇതിൻ്റെ റെസിഡ്യൂസ് കിടക്കും. എത്ര വാഷ് ഔട്ട് ചെയ്താലും അത് അവിടെ കിടക്കുമ്പോൾ നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ യൂഷ്വൽ സെൻസിൽ ഡി എം ഹൈഡ് ആൻഡ് ഓയിൽ എന്ന് പറഞ്ഞ സാധനം എന്തിനാ ആഡ് ചെയ്യണം അറിയോ? ഷാമ്പൂസിൽ അതെന്തിനാ ആഡ് ചെയ്യുന്നത് വെച്ചാൽ അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഷാമ്പൂ മോൾഡ് അല്ലെങ്കിൽ ഈസ്റ്റ് ഫംഗസ് അതിൻ്റെ ഒന്നും അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി ഒരു ആൻറ്റി മൈക്രോബിയലായിട്ട് ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡി എം ഹൈഡ് ആൻഡ് ഓയിൽ. അതെങ്ങനെ പ്രവർത്തിക്കുക വെച്ചാൽ അത് ഫോർമാൽഡിഹൈഡ് റിലീസ് ചെയ്തിട്ട് വിറ്റിങ്ങളെയൊക്കെ കൊല്ലുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ യൂഷ്വൽ രീതിയിൽ 1% ലെവലിലാണ് അത് ഉണ്ടാവുക. 1% ആണ് അതിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവുക. ആ ലെവലിൽ റിലീസ് ചെയ്യുന്ന ഫോർമാൽഡിഹൈഡ് നമ്മുടെ ശരീരത്തിന് വലിയ പ്രോബ്ലംസോ ഒന്നും ഉണ്ടാക്കില്ല, ഡെർമറ്റൈറ്റിസോ ഇറിറ്റേഷനോ ഒന്നും ഉണ്ടാക്കാൻ ചാൻസ് ഇല്ലാത്ത അളവേ ഉള്ളൂ. ബട്ട് വെൻ യു ആർ ഹീറ്റിംഗ്, നമ്മൾ ചൂടാക്കുമ്പോൾ ഡി എം വിൽ കൺവേർട്ട് ഇൻ ടു വാട്ട്? ഫോർമാൽഡിഹൈഡ് ഗ്യാസ്. ഇറ്റ്സ് വെരി ഇറിറ്റൻറ്റ്, ഭയങ്കര ഇറിറ്റൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ. അത് മാത്രമല്ല നമുക്ക് ഇറിവേഴ്സിബിൾ ഡാമേജ് ഉണ്ടാക്കും, ഹെയർ ലോസ് ഉണ്ടാക്കും, സ്കാറിംഗ് അലോപേഷ്യ ഉണ്ടാക്കാം. അത് മാത്രമല്ല ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കാം, വേറെ കുറേ ഇഷ്യൂസ് ഉണ്ടാക്കാം, ബേൺസ് ഉണ്ടാക്കാം, ഇഷ്ടം പോലെ ഉണ്ടാക്കാം. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ 62 കോടി രൂപ 2021 ഒരു, ഞാൻ പേര് പറഞ്ഞില്ല കമ്പനീൻ്റെ, ഒരു കമ്പനി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് നഷ്ടപരിഹാരമായിട്ട് US. അതെന്തുകൊണ്ടാ വെച്ചാൽ ബാക്കി എല്ലാ കമ്പനീസും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ പ്രത്യേകം 2 പ്രൊഡക്റ്റ് ഇറക്കി. അതായത് കെരാറ്റിൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഷാമ്പൂയും ബ്രസീലിയൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഷാമ്പൂ. അപ്പോൾ ഈ 2 ട്രീറ്റ്മെന്റിലുള്ള ഷാമ്പൂ നന്നായിട്ട് വാങ്ങിയതൊക്കെ സെലൂൺസ് ആണ്. സെലൂണിൽ പോവുക, അവിടെ ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഈ ഷാമ്പൂ യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്തിരുന്നത്. എന്നിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ബേൺസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഡി എം ഹൈഡ് ആൻഡ് ഓയിൽ എന്ന് പറയുന്നത് ഫോർമാൽഡിഹൈഡ് റിലീസ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഹീറ്റ് കൊടുത്തപ്പോൾ അങ്ങനെയാണ്. പക്ഷെ ആക്ച്വലി പറയുകയാണെങ്കിൽ കമ്പനി നിരപരാധിയാണ്. എല്ലാവരും കൊടുക്കുന്ന പോലെ തന്നെ എല്ലാ ഷാമ്പൂസിലുള്ള പോലെ തന്നെ ആഡ് ചെയ്തിട്ടുള്ളൂ. ബട്ട് ദ പേർപ്പസ് ഓഫ് യൂസിങ്, ഇവർ യൂസ് ചെയ്ത ദ വേ ഓഫ് യൂസിങ് ആൻഡ് ഓൾ വാസ് ഡിഫറെൻറ്റ്. ബട്ട് അൾട്ടിമേറ്റ്ലി ദ കമ്പനി റിസോൾവ് ഇഷ്യൂ ബൈ എന്താ പറയുക ഗിവിങ് 62 crore Indian rupees. ഓക്കെ, അതേപോലെ 2015 ഓൾമോസ്റ്റ് 100 crore കൊടുത്തൊരു കമ്പനിയും ഉണ്ട് ഇതേ കേസിൽ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാൻ, നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മളെ തലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനത്തെ വഴി, ഈ കെമിക്കൽസ് ഒക്കെ വഴി ഉണ്ടാവുന്ന അലോപേഷ്യ എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആവാനാണ് ചാൻസ്. സോ ബെറ്റർ ബി കെയർഫുൾ. ആൻഡ് ഓൾസോ ഞാൻ ഒരു കാര്യം പറയാം, യു ഓൾ എൻ്റെ മീൻസ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഇത് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിലും ഈ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് നമ്മൾ ഇറക്കിയ ഷോർട്സ് ഒക്കെ ഒന്ന് കാണുക, പറ്റുകയാണെങ്കിൽ സമയം കിട്ടുമ്പോൾ ഒന്ന് കാണുക. ട്രാൻസ്പ്ലാന്റേഷൻ ഒന്നുമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഞങ്ങൾ എങ്ങനെയാണ് റിസൾട്ട് മുടി വരുത്തിയത് എന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് കാണാം. ഇതിൻ്റെ ഷോർട്സ് ഈ ചാനലിലെ ഷോർട്സ് നോക്കിയാൽ മതി. അതുമാത്രമല്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലുണ്ടെങ്കിൽ ഡി ലാബ് ഹെയർ ക്ലിനിക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിലുള്ള പേജിലും പോവാം. ആയിരക്കണക്കിന് ആളുകളുടെ ഷോർട്സും ട്രാൻസ്ഫോർമേഷൻ ഫീച്ചേഴ്സും നമ്മൾ ഇവിടെ വന്ന പേഷ്യൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ കിടക്കുന്നുണ്ടാവും. വേണ്ടവർക്ക് ഇത് കാണാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പേടിയാണെങ്കിലോ അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിലോ ഡയറക്റ്റ് ഒന്ന് ഇവിടെ വരിക. ചെയ്യാൻ പറ്റും. നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാതെ ഞങ്ങൾ സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെന്റ് വഴിയാണ് ട്രീറ്റ്മെന്റ് എടുത്തത്. നമുക്ക് പറ്റുന്ന കേസാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസാണ് ഞങ്ങൾ ചെയ്തു തരാം. അതുമാത്രമല്ല, ദ മെയിൻ പർപ്പസ് ഈസ് നമ്മൾ ഇത് ചെയ്തു കൊടുത്താലും നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. യു വിൽ ബി ഹാവിങ് എ റീഫണ്ട് ഓപ്ഷൻ. റീഫണ്ട് കിട്ടും നിങ്ങൾക്ക്. ഞങ്ങൾ ചെയ്തിട്ട് മുടി വന്നില്ല എങ്കിൽ നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. SCT മുടി വരാൻ വേണ്ടിയിട്ട്. അത് ചെയ്തിട്ട് 3 മാസം 4 മാസം വെയിറ്റ് ചെയ്യും. എന്നിട്ട് വന്നില്ലെങ്കിൽ യു വിൽ ഗിവ് ദ മണി ബാക്ക്. താങ്ക് യു.